സക്കായിയുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ശബ്ദം നാം കേൾക്കുകയാണ്. അതിപ്രകാരമാണ് സക്കായിയെ വേഗം ഇറങ്ങി വാ എന്നൊരു ശബ്ദം. സക്കായിയുടെ ജീവിതത്തിനകത്ത് താൻ എന്തുകൊണ്ട് ഈ കാട്ടത്തിയുടെ മുകളിൽ കയറിയെന്ന് ചോദിച്ചാൽ തൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു ആഗ്രഹം. ആ ചെറിയൊരു ആഗ്രഹം മനസ്സിലുണ്ട്. പക്ഷെ അതിനേക്കാൾ നമ്മൾ നോക്കേണ്ടത് ഈ ആഗ്രഹത്തിന് തടസ്സമായൊരു കുറവ് തനിക്കുണ്ട്. അത് കാണാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ അത് മെൻഷൻ ചെയ്ത ഇപ്രകാരമാണ്: വളർച്ചയിൽ കുറിയവൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് വളർച്ചയിൽ കുറിയവൻ? ഇങ്ങനൊരു കുറവുള്ളത് കൊണ്ട് യേശുവിനെ കാണണം എന്നുള്ള ആ ആഗ്രഹത്തിന് തടസ്സമായി നിൽക്കുകയാണ്. എങ്കിലും ഉള്ളിലുള്ള ഈ ചെറിയൊരു ആഗ്രഹം ഒരു സ്റ്റെപ്പ് വെക്കാൻ പ്രേരിപ്പിക്കുകയാണ്. തൻ്റെ മുൻപിലുള്ള ആ കാട്ടത്തിൽ താൻ കയറുകയാണ്. ചുറ്റുമുള്ളവർ എന്തു പറയും എന്ന് ചിന്തിക്കുന്നില്ല. പക്ഷെ ഉള്ളിലൊരു ആഗ്രഹം, ആ ആഗ്രഹത്തിൻ്റെ പുറത്തൊരു സ്റ്റെപ്പ് വെക്കുകയാണ്. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം. അവിടെ കർത്താവ് വരുന്നത് കണ്ട് കൈപൊക്കി കാണിക്കുകയോ കർത്താവിനെ വിളിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ അവൻ നിൽക്കുന്ന ഇടത്ത് കർത്താവ് വന്ന് മുകളിലേക്ക് നോക്കി പറയുന്ന വാക്കാണ്: സക്കായിയെ വേഗത്തിലിറങ്ങിയോ. ഇവൻ്റെ അകത്തുള്ള ചെറിയ ആഗ്രഹം ഒറ്റ മനുഷ്യരോട് ഇവൻ പറഞ്ഞില്ല, ആരോടും പറയാൻ പോയില്ല. ഇവൻ്റെ മനസ്സിലെ ഈ ചെറിയ ആഗ്രഹം മനസ്സിൽ വെച്ച് അവൻ്റെ സ്റ്റെപ്പ് എടുത്ത് വെച്ചു. ഒന്ന് ഓർത്ത് നോക്കിയേ, അത്രയും വലിയ പുരുഷാരം നിൽക്കുമ്പോൾ സാധാരണ നോക്കുവാണെങ്കിൽ ഒരു വലിയ പുരുഷാരം നിൽക്കുമ്പോൾ പൊക്കമുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കപ്പെടും. അങ്ങനെയാണ് സാധാരണ, അല്ലേ? പൊക്കമുള്ളവർ എവിടെയും ശ്രദ്ധിക്കപ്പെടും. എന്നാൽ തനിക്ക് കർത്താവിനെ കാണാൻ തടസ്സമായി, തൻ്റെ ആഗ്രഹത്തിന് തടസ്സമായി ഈ കുറവ് താൻ തിരിച്ചറിഞ്ഞപ്പോൾ താൻ എന്ത് ചെയ്തു? വേഗത്തിൽ ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറുകയാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കർത്താവ് അത്രയും പുരുഷാരം അവിടെ നിൽക്കുമ്പോഴും എവിടെയോ ദാഹിക്കുന്നൊരു ഹൃദയം, എവിടെയോ മനസ്സിൽ ആഗ്രഹങ്ങൾ വെച്ച് വിതുമ്പുന്ന ഒരു ഹൃദയം, എവിടെയോ ഒരു മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ഹൃദയം. കർത്താവിൻ്റെ കണ്ണ് ആ ഹൃദയമുള്ള സക്കായിയുടെ മേൽ പതിച്ചു. നോർത്ത് നോക്കിയേ, ഹൃദയത്തിൽ ആഗ്രഹങ്ങളുമായി നിൽക്കുന്നവൻ്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റത്തെ കർത്താവ് ചെയ്യുകയാണ്. അവിടെ പറയുന്നുണ്ട്, അവൻ സന്തോഷത്തോടെ ഇറങ്ങി. ഒന്നോർത്ത് നോക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ വണ്ണം നിൽക്കുമ്പോൾ, ജീവിതത്തിൽ വിവിധ സാഹചര്യത്തിനകത്ത് വീർപ്പുമുട്ടുമ്പോൾ തിരിച്ചറിയുക, ഇവിടെ സക്കായി എടുത്തുപോലെ ഒരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പോടെ വിശ്വാസത്തോടെ ഒരു പ്രവചന ശബ്ദമായി നിങ്ങളെ നോക്കി ഞാൻ പറയുകയാണ്: നിങ്ങൾ കയറിയതുപോലെ അല്ല നിങ്ങൾ ഇറങ്ങുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഒറ്റ മനുഷ്യരോട് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ അറിയാവുന്ന തമ്പുരാൻ ആ വിഷയത്തിനകത്ത് നീ കയറുമ്പോൾ തന്നെ മറുപടി നൽകുകയും നീ ഇറങ്ങുന്നത് ആ മറുപടിയുമായിട്ടായിരിക്കും. ഇവിടെ സക്കായി അത്തിയിൽ കയറിയതുപോലെയല്ല തിരികെ ഇറങ്ങുന്നത്. എവിടെയോ തൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഒരാഗ്രഹത്തെ തൊട്ട കർത്താവിൻ്റെ ആ ശബ്ദം കേട്ട് അവൻ ഇറങ്ങുകയാണ്. കാണാൻ മാത്രം കൊതിച്ചവൻ ഇന്ന് കർത്താവിനോടുകൂടെ ആ ഭവനത്തിലായിരിക്കുന്നു. അത്രയും പുരുഷാരത്തിന് നടുവിലും പൊക്കമുള്ളവരൊക്കെ ശ്രദ്ധിക്കപ്പെടുമ്പോഴും ആ ഹൃദയമുള്ളവൻ്റെ മേൽ കർത്താവിൻ്റെ ദൃഷ്ടി പതിഞ്ഞുവെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിനകത്ത് ദൈവത്തിൻ്റെ കരം വെളിപ്പെടുക തന്നെ ചെയ്യും. വിശ്വസിക്കുക, വരും ദിവസങ്ങളിൽ ഒരു സക്കായിയുടെ ലൈഫ് തിരിഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ, നിന്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം യഥാർത്ഥമായി അറിയാവുന്ന കർത്താവ് നിന്റെ വിഷയത്തിൽ പ്രവർത്തിക്കാൻ ഇടയായിത്തീരും.